കൊണ്ണം പ്രിയ പി ജയബ്രാം സാറിനെ അവിടുന്ന് സഹായിച്ചതിനായി സ്തോത്രം. താൻ പ്രാർത്ഥിച്ച് ഞങ്ങൾക്ക് ഈ ഹോളിലേക്ക് കടക്കുവാൻ തൊക്കണം ഇടയാക്കിയല്ലോ. അതിനുശേഷം കർത്താവെ നടന്ന എല്ലാ ശുശ്രൂഷകൾക്കായിട്ടും ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഇപ്പോൾ ഞങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഞങ്ങൾക്ക് ഓർക്കുവാൻ തൊക്കണം കഴിയുന്നത് കഴിഞ്ഞ ഒരു 115 വർഷത്തിനു മുമ്പ് കർത്താവെ പിതാക്കന്മാർ സാമുദായികമായ ചുറ്റുപാടും കെട്ടുപാടും വിട്ടിട്ട് ആത്മീയമായ താല്പര്യത്തോടും വിശ്വസ്തയോടും വിശ്വാസത്തോടും കൂടെ അവർ കർത്താവെ വേർപെട്ട ഒരു ജനമായി തീരുവാൻ തൊക്കണം, ഒരു ബ്രദറൻ സഭ ഉടലെടുക്കുവാൻ തൊക്കണം ഈ സ്ഥലത്ത് അവിടുന്ന് സഹായിച്ചതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അവർ കർത്താവെ ആ സാക്ഷ്യം നിലനിർത്തിക്കൊണ്ട് അവരുടെ ജീവിതാന്ത്യത്തോളം അവരായിരിക്കാൻ തൊക്കണവിടെയായി. അങ്ങനെ തലമുറകൾ കഴിഞ്ഞു. ഞങ്ങളും ഈ തലമുറയിലേക്ക് ഞങ്ങൾ കടന്നു വന്നിരിക്കുകയാണ്. ഞങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ കർത്താവിൻ്റെ കൃപ, കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് ധാരാളമായിട്ട് നൽകി തന്നിരിക്കാൻ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കഴിഞ്ഞ നാളുകളിലൊക്കെയും ഈ സഭയെ അവിടുന്ന് പുലർത്തി വിധമായ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെയും ഉണ്ടായിക്കൊണ്ടിരുന്ന സമയത്തൊക്കെയും അവിടുത്തെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട സഭയായ ഈ സഭയെ അവിടുന്ന് കർത്താവെ സഹായിച്ചതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഇന്നും ആ സാക്ഷ്യം നിലനിർത്തിക്കൊണ്ട് കർത്താവ് ഒരളവിലെങ്കിലും ഞങ്ങൾക്ക് നിൽപ്പാൻ തൊക്കണം ഇടയാക്കിയതിനായി സ്തോത്രം. അന്ന് പിതാക്കന്മാർ അവർക്കുണ്ടായിരുന്ന ആ സന്തോഷവും ആ കർത്താവെ ശുഷ്കാന്തിയും ഞങ്ങൾക്കില്ല എന്നുള്ളത് ഞങ്ങൾ സമ്മതിക്കുന്നു. ഞങ്ങളുടെ കുറവുകളെ ഞങ്ങൾ ഏറ്റു പറയുന്നു. എന്നാൽ കർത്താവെ വരും ദിവസങ്ങളിൽ അവിടുത്തെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങൾ മുമ്പോട്ട് പോകുവാൻ, സഭയായിട്ട് ഞങ്ങൾ മുമ്പോട്ട് പോകുവാൻ അവിടെ ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം. ഞങ്ങൾക്ക് പിതാക്കന്മാരെ ഇപ്പോഴും തന്നിട്ടുണ്ട്. വാർദ്ധക്യത്തിൻ്റെ പ്രയാസം അനുഭവിക്കുന്നവരുണ്ട്. എന്നാൽ അവരൊക്കെയും വിവിധമായ നിലയിൽ കർത്താവെ ഈ സഭയുടെ ശുശ്രൂഷകൾ ചെയ്യുവാൻ തൊക്കണം അവിടുന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതിനായ സ്തോത്രം. പ്രിയ പി ജയബ്രാം സാറിനെ ഞങ്ങൾ ഓർക്കുന്നു. ശാരീരികമായി വളരെ പ്രയാസത്തിൽ കൂടെയാണ് താൻ കഴിയുന്നത്. രോഗത്തിൻ്റെതായിട്ടുള്ള പ്രയാസങ്ങളുണ്ട്. കർത്താവെ വിടുതലും ആശ്വാസവും കൊടുത്ത് അവിടുന്ന് സഹായിക്കണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. മറ്റേ കർത്താവെ ഞങ്ങളുടെ ഈ നടന്ന എല്ലാ പ്രോഗ്രാംസിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവെ എല്ലാം അവിടുത്തെ ഹിതപ്രകാരം നടക്കുവാൻ തൊക്കണം ഇടയായി. കഴിഞ്ഞ 2 ദിവസമായിട്ട് കാലാവസ്ഥ ഞങ്ങൾക്ക് എത്രയോ അനുഗ്രഹമായി തന്നതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങൾ വളരെയധികം സംശയിച്ചു കർത്താവെ. ഞങ്ങൾ സംശയിപ്പാൻ തൊക്കണം പാടില്ലാത്തവരാണെങ്കിലും ഞങ്ങൾ സംശയിച്ചു. എന്നാൽ കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടു. ഞങ്ങൾ കർത്താവെ നല്ലൊരു കാലാവസ്ഥയെ ഇന്നും നൽകി തന്നിരിക്കുക സ്തോത്രം. വിവിധ സ്ഥലങ്ങളിൽ വിവിധ സഭകളിൽ നിന്നും നിന്റെ മക്കൾക്ക് ഒരുമിച്ച് കൂടി വന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ കർത്താവെ ആയിരിക്കാൻ തൊക്കണം അവിടുന്ന് ഇടയാക്കിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഈ ഹോളിനെ അവിടുത്തെ തിരിച്ച് ഞങ്ങൾ സമർപ്പിക്കുകയാണ്. കർത്താവെ ഇത് അവിടുത്തെ നാമമഹത്വത്തിനായിട്ട് മാത്രം ഉതകുവാൻ തൊക്കണം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കുമ്മനാട് സഭയുടെ മാത്രം ആ ആവശ്യത്തിന് വേണ്ടി മാത്രമല്ല, ചുറ്റുപാടുമുള്ള എല്ലാ സഭകൾക്കും ആത്മീയമായ പ്രയോജനം നൽകണം. ആത്മീയ ശുശ്രൂഷകൾ ഇവിടെ നിന്ന് ആകുവാൻ തൊക്കണം അവിടുന്ന് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മാത്രമല്ല സ്തോത്രവും സ്തുതിയും ഈ ഹോളിൽ നിന്നും ഉയരുവാൻ തൊക്കണം വരും ദിവസങ്ങളിൽ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം ഇത് കർത്താവെ കൊണ്ടുവരുവാൻ തൊക്കണം അവിടുന്ന് ഇടയാക്കിയതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഒന്നുമില്ലായ്മയിൽ നിന്നാണ് ഞങ്ങൾ ഇത് തുടങ്ങിയത്. കർത്താവ് ഇത്രത്തോളം ഞങ്ങളെ സഹായിച്ചുവെന്ന് ഞങ്ങൾക്ക് പറയുവാൻ തൊക്കണം ഇടയാക്കിയതിനായി സ്തോത്രം. ഈ കർത്താവെ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ്റെ കാര്യത്തിലൊക്കെയും ആ കോൺട്രാക്ടർ പ്രിയ ജോയി സഹോദരനൊക്കെയും ആത്മാർത്ഥതയോടുകൂടെ കാര്യങ്ങളൊക്കെയും ചെയ്ത കാര്യമൊക്കെയും ഞങ്ങൾ സമയത്ത് ഓർക്കുകയാണ്. മാത്രമല്ല ഞങ്ങൾ ഓർത്ത പോലെ പ്രിയ മാത്തുക്കുട്ടിയും അതുപോലെ തന്നെ കർത്താവെ ബേവിച്ചനും മറ്റ് സഹോദരന്മാരൊക്കെ അക്ഷീണ പ്രയത്നം ചെയ്ത് ഇത്രത്തോളം കൊണ്ടുവരുവാൻ തൊക്കണം ഇടയായി. എന്നാൽ ഇതിലൊക്കെ ഉപരിയായി കർത്താവിൻ്റെ കൃപയുണ്ടായിരുന്നു എന്നുള്ളത് ഓർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ കർത്താവെ സഹോദരന്മാരും സഹോദരിമാരും അങ്ങനെ പ്രാർത്ഥനയിൽ സമയം ചെലവഴിപ്പാൻ തൊക്കണം അവിടുന്ന് ഞങ്ങളെ സഹായിച്ചു. അതിൻ്റെ സാമ്പത്തിക ആവശ്യങ്ങളൊക്കെ നിർവഹിക്കപ്പെടുവാൻ ഇത്രത്തോളം അവിടുന്ന് സഹായിച്ചതിനായ സ്തോത്രം. ഞങ്ങൾക്ക് അത്ഭുതം കൂറുമാറ് കർത്താവെ അവിടുന്ന് ഞങ്ങളെ സഹായിച്ചതിനായ സ്തോത്രം. തുടർന്നും അവിടുത്തെ കൃപ ഞങ്ങൾക്ക് നൽകിത്തരണമേ. ഈ കർത്താവെ ഈ ഹോള് കർത്താവിൻ്റെ നാമമഹത്വത്തിനായിട്ട് ഉപയോഗിക്കുവാൻ തൊക്കണം. വിവിധമായ ശുശ്രൂഷകൾ, ആത്മീയ ശുശ്രൂഷകൾ ഇവിടെ നടക്കുവാൻ തൊക്കണം കർത്താവ് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് കർത്താവെ ഇതുവരെയുള്ള പ്രോഗ്രാംസിലൊക്കെയും സംബന്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവെ ശമൽശാനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നിന്റെ ദാസനിൽ കൂടി ഇനാഗറൽ മെസ്സേജ് ഞങ്ങൾക്ക് കേൾക്കുവാൻ തൊക്കണം ഇടയാക്കിയതിനായ സ്തോത്രം. യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള ആ കർത്താവെ സത്യങ്ങളെ ഞങ്ങൾക്ക് മനസ്സിലാക്കി തരുവാൻ നിന്റെ ദാസനെ അവിടുന്ന് ഉപയോഗിച്ചതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. മാത്രമല്ല കർത്താവെ മറ്റുള്ള
പ്രോഗ്രാംസൊക്കെയും അനുഗ്രഹമായി മുമ്പോട്ട് പോകുവാൻ അവിടുന്ന് ഇടയാക്കിനായ സ്തോത്രം. കർത്താവെ, ഇനി നടക്കുവാനുള്ള അതിനെ ശുശ്രൂഷയ്ക്കായിട്ട് ഞങ്ങളിതിനെ സ്തുതിക്കുന്നു. പ്രിയ ശൈലാസങ്ങളിനെ അതിനായിട്ട് കർത്താവെ അവിടുന്ന് ഈ സ്ഥലത്തേക്ക് കൊണ്ടുവന്നതിനാൽ ഞങ്ങൾ തന്നെ സ്തുതിക്കുന്നു. തനിക്ക് ആവശ്യമായ ആരോഗ്യം അതനുസരിച്ച് കൊടുത്തതിനാൽ ഞങ്ങൾ തന്നെ സ്തുതിക്കുന്നു. കർത്താവെ, ഈ നിന്റെ ദാസങ്ങൾ കൂടി ഇപ്പോൾ അനുഗ്രഹിക്കപ്പെട്ട വചനം ഞങ്ങൾക്ക് കേൾക്കുവാൻ തക്കണം ഇടയാക്കണോ പ്രാർത്ഥിക്കുന്നു. അതിനുമുമ്പ് കർത്താവെ, ഞങ്ങളുടെ സ്തോത്ര ശുശ്രൂഷ നടക്കുവാൻ തക്കണം അവിടുന്ന് ഇടയാക്കി നിന്റെ ദാസന്മാർ അതിനുവേണ്ടി സമയം എടുത്തു. അതിനായിട്ട് ഞങ്ങൾ തന്നെ സ്തുതിക്കുന്നു. കർത്താവെ, തുടർന്നുള്ള ശുശ്രൂഷകളും അനുഗ്രഹമായി നടക്കുവാൻ തക്കണം ഇടയാക്കണമേ. നിന്റെ ദാസനെ കർത്താവെ അവിടുന്ന് വചനം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൊടുത്തിരിക്കാൻ ഞങ്ങൾ തന്നെ സ്തുതിക്കുന്നു. അത് ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിന് പ്രചോദനം കൂറുമാറ് അത് ഞങ്ങൾക്ക് പ്രയോജനപ്പെടുവാൻ തക്കണം ഇടയാക്കണമേ. ആദ്യോടൊന്നും അവിടെ നേടിയിരിക്കണമേ. കടന്നു വന്ന എല്ലാ നിന്റെ മക്കൾക്കായും സ്തോത്രം. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളിൽ നിന്നൊക്കെയും കടന്നു വന്നവരുണ്ട്. അവർ ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ സ്തുതിപ്പാൻ ഈ ഒരു സാവകാശം തന്നതിനായി സ്തോത്രം. ഞങ്ങൾ അവിടുത്തെ സ്തുതിക്കുന്നു, ഞങ്ങൾ അവിടുത്തെ മഹത്വപ്പെടുത്തുന്നു. സകലവും ഞങ്ങൾക്ക് വേണ്ടി ജീവിച്ച കർത്താവ് നാമത്തിൽ അടിയങ്ങൾ താഴ്മയെ പ്രാർത്ഥിക്കുന്നു. കൃപയുണ്ടായി കേൾക്കണമേ സ്വർഗ്ഗപിതാവേ. ആമീൻ. സുവിശേഷകൻ ഡോക്ടർ സൈലസ് സി നായർ ഇപ്പോൾ നമ്മളുടെ വചനത്തിൽ നിന്ന് സംസാരിക്കുന്നതായിരിക്കും. നമുക്ക് ശ്രദ്ധയോടുകൂടി വചനം കേൾക്കാം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വേദിയിലും എൻ്റെ മുൻപിലും ഇരിക്കുന്നതായ പ്രിയ സഹോദരി സഹോദരന്മാർക്ക് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങൾ. കീനോട്ട് അഡ്രസ് എന്നാണ് എനിക്ക് തന്നതായ പ്രോഗ്രാമിൽ എഴുതിയിരിക്കുന്നത്. ആധാരമായി ഒന്ന് രണ്ട് വാക്യങ്ങൾ ഞാൻ വായിക്കട്ടെ. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: സഹോദരപ്രീതിയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ ആവശ്യമില്ല. അന്യോന്യം സ്നേഹിപ്പാൻ നിങ്ങൾ ദൈവത്താൽ ഉപദേശം പ്രാപിച്ചതല്ലാതെ മക്കദോന്യയിൽ എങ്ങുമുള്ള സഹോദരന്മാരോടൊക്കെയും അങ്ങനെ ആചരിച്ചു പോരുന്നുവല്ലോ. നമ്മുടെ ഈ ചില നിമിഷങ്ങൾക്ക് ആധാരമായി ചിന്തകൾക്ക് ആധാരമായി ഞാൻ വായിച്ച വേദഭാഗമാണ്. സഭ ഒരു അനുശാസന പാഠശാലയാണ്. ഇത് ഇന്ന് വിശ്വാസികൾ പലരും ഒരുപോലെ മറന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിട്ട് കാണുവാനായിട്ട് കഴിയുന്നു. വളരെ ശ്ലാഘനീയമായ ഒരു പ്രവൃത്തിയാണ് കുമ്പനാട് സഭ ചെയ്തത്. ഇങ്ങനെ ഒരു ഹാൾ, നിങ്ങളതിന് എന്ത് പേരിട്ടാലും കൊള്ളാം, ഒരു ഓഡിറ്റോറിയം ഉണ്ടാകണമെന്ന് അവർക്ക് മാത്രമല്ല അടുത്തടുത്തുള്ള പല സഭകളുടെയും ഒരു ആവശ്യമായിരുന്നു. അത് ഇവിടെയുള്ള സഹോദരന്മാരാണ് നിവർത്തിച്ചത്, അത്രമാത്രം. നേരത്തെ കർത്താവിന് ദാസം ഉറപ്പിച്ചതുപോലെ കുമ്പനാട് സഭയുടെ അനുവാദത്തോടുകൂടെ മറ്റ് സഹോദര സഭകൾക്കും ഇത് ഉപയോഗിക്കാം. എല്ലാറ്റിനുമുള്ളതുപോലെ ചില നിബന്ധനകൾ കാണുമെന്ന് മാത്രം, അല്ലാതെ വേറൊന്നുമില്ല. ഇതുപോലെ ഒരു സംരംഭത്തിന് അനുകൂലമായില്ലെങ്കിലും പ്രതികൂലം ഒരു വിശ്വാസിയിൽ നിന്നും വരരുതായിരുന്നു.
പ്രതികൂലങ്ങൾ ഉണ്ടായിരുന്നു എന്ന് കർത്താവിൻ്റെ ദാസൻ പരസ്യമായി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. പ്രത്യേകിച്ച് സഹോദര സഭകളിലുള്ളതായിട്ടുള്ള ഒരു വിശ്വാസിയിൽ നിന്നും അങ്ങനെ വരരുതായിരുന്നു. സ്വല്പം മുകളിലോട്ട് നോക്കിയാൽ കുമ്പനാട് സഭ കൂടുന്നതായിട്ടുള്ള ആ സഭാ മുറ്റത്ത് ഒരു കൺവെൻഷൻ നടന്നു. അതിൽ പ്രത്യേകം ശ്രദ്ധിക്കപ്പെട്ടത് കുമ്പനാട് സഭയുടെ അസാന്നിധ്യം. യുവാക്കളുടെ ഭാഷയിൽ പറഞ്ഞാൽ എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. ഓക്കെ, എനിക്ക് യുവാക്കൾ പറയുന്ന ചില വാക്കുകളൊക്കെ വളരെ ഇഷ്ടമാണ്, അതുകൊണ്ട് പറഞ്ഞതാ. എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തിരുത്തിയില്ലെങ്കിൽ ആ വാക്ക് നേരെ മാർക്കം വായിക്കാൻ സാധ്യമല്ല, അർത്ഥം ഗ്രഹിക്കാനും സാധ്യമല്ല. നേരത്തെ പറഞ്ഞല്ലോ, തെസലോനിക്ക സഭയെക്കുറിച്ച് പറഞ്ഞു, നിങ്ങൾ ദൈവത്താൽ ഉപദേശം പ്രാപിച്ചവരാണ്. ഉപദേശം നമ്മൾക്കുണ്ട്. ഒരു കാര്യം കൂടി എടുത്തു പറഞ്ഞു, അത് നിങ്ങൾ പ്രചോദനത്തിൽ കൊണ്ടുവരികയും ചെയ്തിരിക്കുന്നു. അനുശാസനത്തിന്റെ ഫലമാണത്. കർത്താവ് പറഞ്ഞത്, എൻ്റെ കർത്താവ്, നമ്മുടെ ഓരോരുത്തരുടെയും കർത്താവ് പറഞ്ഞത്, നിങ്ങൾ സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. എങ്ങനെയാ? പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനപ്പെടുത്തി ഞാൻ നിങ്ങളോട് ഉപദേശിച്ചതെല്ലാം പ്രമാണിപ്പാൻ തക്കവണ്ണം അവരെ ഉപദേശിച്ചുകൊണ്ട്. ഭൗതികമായ ഒരു ചിന്തയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല ക്രിസ്തീയത്വം എന്ന് പറയുന്നത്. പ്രവർത്തനത്തിൽ കാണണം. എന്തോ സംഭവിച്ചു, എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് മാത്രമല്ല എന്റെ ചോദ്യം. ഇനി അങ്ങനെ സംഭവിക്കരുത്, നമ്മുടെ ഇടയിൽ അങ്ങനെ സംഭവിക്കരുത്. സഭയുടെ പോഷക സംഘടനകൾ പലതുമുണ്ട്. ഒരു മുന്നറിയിപ്പ് ദൈവജനത്തിന്റെ ആധികാരികതയിൽ നിന്നുകൊണ്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ചില വർഷങ്ങൾക്ക് മുമ്പ് ആലുവയിൽ ഒരു ക്യാമ്പ് നടന്നു. ഞാനുമുണ്ടായിരുന്നു, എൻ്റെ പ്രിയ സഹോദരൻ OMS ഉണ്ടായിരുന്നു. ഞങ്ങൾ തമ്മിലുള്ള അന്യോന്യം പേര് വിളിക്കുക, എന്നെ സൈലസ് എന്നേ വിളിക്കുകയുള്ളൂ, ഒരൊന്നും കൂട്ടിച്ചേർക്കില്ല. ഞാൻ OMS എന്നേ വിളിക്കുകയുള്ളൂ. ഞങ്ങൾ രണ്ടുപേരും സ്നേഹിതരാണ്, വളരെ ഹൃദ്യമായ കൂട്ടായ്മ പുലർത്തുന്നവരുമാണ്. അതുകൊണ്ട് ഞാൻ അങ്ങനെ സംബോധന ചെയ്ത് വരുന്നുള്ളൂ, എൻ്റെ വായിൽ അത്രയേ ഉള്ളൂ. ഞാനും ഉണ്ടായിരുന്നു, OMS ഉണ്ടായിരുന്നു. ആ രണ്ട് പ്രസംഗകരായിട്ട് ഞാൻ പറഞ്ഞു, ആദ്യത്തെ ചുരുട്ടുകൾ, പോഷക സംഘടനകൾ സഭയുടെ ഉന്നതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതായിരിക്കണം എന്ന് പറഞ്ഞു. അടുത്ത പ്രസംഗം എഴുതിയപ്പോൾ OMS പറഞ്ഞു, ഓർക്കുന്നുണ്ട് അറിയില്ല, പോഷക സംഘടനകൾ സഭകളായി മാറരുത് എന്ന് പറഞ്ഞു. ചില വർഷങ്ങൾക്ക് മുമ്പ് നടന്ന് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. കാരണം എൻ്റെ മനസ്സിൽ വളരെ വ്യക്തമായ ക്ലിപ്തമായ എന്താ പറയാ ഒരു ഗ്രാഹ്യശക്തി അതേക്കുറിച്ചുണ്ട്. അതുകൊണ്ട് പറയുന്നതാണ്. സംഘടനകൾക്കോ കമ്മിറ്റികൾക്കോ തനതായ ഒരാസ്തിക്യമില്ല. ഞാൻ വാക്കുകൾ വളരെ കുറിച്ചാണ് പറയുന്നത്, കാരണം ഇന്ന് അധിക സമയം എല്ലാ സമയത്തും നിർത്തുന്നത് അതുകൊണ്ടും കൂടെയാണ്. ഞാനൊരു വിശ്വാസിയാണ്, എന്നാൽ എനിക്ക് തനതായ ഒരാസ്തിക്യമില്ല. എന്താ കാരണം? പ്രവൃത്തി 2:47 രക്ഷിക്കപ്പെടുന്നവരെ അവൻ ദിനംപ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. നോ ബിലീവർ ഈസ് ആൻ ഐലൻഡ് ഇൻ ഹിംസെൽഫ് എന്ന പോലെ സംഘടനകൾക്ക് അവരുടേതായിട്ടുള്ള ഒരാസ്തിക്യമില്ല. ഞാനിങ്ങനെ പറയട്ടെ, സഭയില്ലെങ്കിൽ ബാലസംഘമില്ല, സഭയില്ലെങ്കിൽ YMF ഇല്ല,
സഭയില്ലെങ്കിൽ KM ഫണ്ടില്ല, സഭയില്ലെങ്കിൽ ബ്രദറൻ ബൈബിൾ സ്കൂളില്ല, സഭയില്ലെങ്കിൽ സ്റ്റുവാർഡ് അസോസിയേഷനും ഇല്ല. ഞാൻ പറഞ്ഞത് അതിൻ്റെ ശരിയായ അർത്ഥത്തിൽ നിങ്ങൾ ഗ്രഹിക്കണമെന്ന് ഞാൻ കരുതുകയാണ്. ഇതെല്ലാം ബ്രദറൻ സഭയുടെ പോഷക സംഘടനകളാണ്. അവർ പോഷക സംഘടനകളായിരിക്കണം. അങ്ങനെ ഉണ്ടല്ലോ, കർത്താവിന് സ്തോത്രം. എന്നാൽ സകല പോഷക സംഘടനകളും ഇല്ലാതാകുന്നൊരു ദിവസമുണ്ടാകും. ചില വർഷങ്ങൾക്ക് മുൻപ് ചെന്നൈയിൽ GFT വിളിച്ചുകൂട്ടിയതായിട്ടുള്ള ഒരു വർക്കേഴ്സ് കോൺഫറൻസിൽ അന്ന് ഞാൻ ആ സാഹിബിൻ്റെ പേര് ഓർക്കുന്നില്ല, കാനഡയിൽ നിന്ന് CMML സാഹിബ്, അതിനപ്പുറം ഒരാളുണ്ടായിരുന്നു, ഇത്തിരി നീളോ തടിയൊക്കെ ഉള്ള ഒരാൾ. അദ്ദേഹം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ നല്ല ഗിഫ്റ്റ് വരുന്നതാണ് GFTക്ക്. അദ്ദേഹം പറഞ്ഞു, സഹോദരന്മാർ, എൻ്റെ കർത്താവിൻ്റെ ദാസന്മാരായ എൻ്റെ സഹോദരന്മാർ നോക്കുന്നു, ഞാൻ പറഞ്ഞു, ഈ ഫണ്ടുകളെല്ലാം നിൽക്കുന്നൊരു സമയമുണ്ട്, ഉണ്ടാവും. എന്നാൽ സ്വർഗീയ ഫണ്ട് ഒരിക്കലും നിൽക്കുകയില്ല. എല്ലാം നിശ്ചലമായാലും എൻ്റെ കർത്താവ് പറഞ്ഞ വാക്കുകളുടെ അടിസ്ഥാനത്തിൽ ഇങ്ങനെയാണ് ഞാൻ പറയുന്നത്, ഞാൻ ഇതിനുമേൽ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. രക്ഷിക്കപ്പെട്ട വിശ്വാസികളുടെ കൂട്ടമാണ് സഭ. അതിനെ ജയിക്കാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. മറ്റതെല്ലാം പണത്തിന്റെ പേരിലാണ് നടക്കുന്നത്. ഇതല്ല. ഓക്കെ, ഇവിടെ നിന്ന് വരുന്ന പണമാ. എവിടുന്നാ? ഈ സഭയിൽ നിന്ന് വരുന്നതായിട്ടുള്ള ധനശേഖരമാണ് എല്ലാറ്റിനും. അല്ല, അതൊന്നുമില്ല. ഞാൻ പറഞ്ഞത്, സഭയില്ലെങ്കിൽ വേറെ ഒന്നുമില്ല. നമ്മളുടെ ഇന്നത്തെ കുടിവരവ് ഉണ്ടാകുകയില്ല. അതുകൊണ്ട് അത് മറക്കരുത്. നമ്മൾ ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവരാണോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ശിക്ഷാവിധിക്ക് കാരണമായിട്ട് തീരരുതേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. ഒരു കാര്യമുണ്ട്, തലമറന്ന് എണ്ണ തേക്കരുത് എന്നൊരു പഴഞ്ചൊല്ല് നമ്മുടെ ഇടയിലുണ്ട്. അത് നാം ഒരിക്കലും മറക്കരുത്. യാഗത്തിലല്ല, ദയയിലും ഹോമയാഗങ്ങളെക്കാൾ ദൈവപരിജ്ഞാനത്തിലും ഞാൻ പ്രസാദിക്കുന്നു എന്ന് ഹോശേയ പ്രവാചകന്റെ പുസ്തകത്തിൽ 6:6 പറഞ്ഞു. സഭയില്ലെങ്കിൽ എന്തൊരാരാധന, സഭയില്ലെങ്കിൽ എന്തൊരു കൺവെൻഷൻ, ആർക്ക് വേണ്ടിയാണിത് എന്ന് എനിക്കറിയില്ല. സഭയിൽ മറന്നുപോകുന്ന വേറൊരു കാര്യമാണ്, എനിക്ക് ചില ബാലിശമായിട്ട് തോന്നും. സഭയിൽ ഞങ്ങളും നിങ്ങളുമില്ല, നമ്മളെ ഉള്ളൂ. ഒരിക്കലും മറക്കരുത് വാരങ്ങളെ. ഈ സ്നേഹമെന്ന് പറയുന്നത് വെറുതെ ഒരു വാക്കല്ല, ഊഷ്മളമായ ഒരു ചേതോവികാരമല്ല. അതിനപ്പുറം എന്തോ എന്നാ. ദൈവസ്നേഹം എന്ന് പറയുന്നത് ദൈവത്തെ അറിഞ്ഞവനെ ദൈവസ്നേഹത്താൽ പിടിക്കപ്പെടുവാൻ സാധിക്കുകയുള്ളൂ. തെസ്സലോനിക്ക സഭയിലെ കാരണം അതായിരുന്നു. നിങ്ങൾക്ക് ദൈവത്താൽ പ്രബോധനം ലഭിച്ചിട്ട് നിങ്ങളത് നിങ്ങളുടെ പ്രവൃത്തിയിൽ മക്കദോന്യയിലെല്ലാം കാണിച്ചു വരുന്നു എന്ന് പറഞ്ഞു. നാം ഒരപ്പത്തിൻ്റെയും ഒരു പാനപാത്രത്തിൻ്റെയും അംശങ്ങളാണെന്നുള്ളത് മറക്കാൻ പാടില്ല സഹോദരങ്ങളെ, മറക്കാൻ പാടില്ല. ആരെങ്കിലും മറക്കുന്നുവെങ്കിൽ ശരീരത്തെ വിവേചിക്കാന്നാൽ തന്നെത്താൻ ശിക്ഷ അവർ തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് ഞാനല്ല, കൊരിന്ത്യർ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞതാണ്. അതുകൊണ്ട് ഓരോരുത്തരും, ഞാനും നിങ്ങൾ ഓരോരുത്തരും തന്നെത്താൻ ശോധന ചെയ്യുവാൻ ബാധ്യസ്ഥരാണ്. ഇത് എൻ്റെ ദൈവം തമ്പുരാൻ അറിയുന്നു. ഞാൻ ആരെയും കുറ്റം വിധിക്കാനല്ല പറയുന്നത്, അതിനുള്ള യോഗ്യത എനിക്കില്ല. ആരെയും വിധിക്കാനല്ല, എന്നുള്ളതൊന്ന് ഓർപ്പിക്കാനാണ്. നാം സഹോദരന്മാരാണ് എന്നുള്ളത് നാം ഒരിക്കലും മറക്കരുതെന്ന് പറയാനാണ് പറയുന്നത്. ദൈവവചനം നൽകുന്ന
ആധികാരികത ഇത് പറവാൻ എന്നെ ധൈര്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. സ്നേഹത്തിലുള്ള ഈ അനുശാസനം ഉൾക്കൊള്ളുന്നത് ആത്മീയ വർധനയ്ക്ക് ഉതകുന്നതായിരിക്കും. ഇവിടെ വർഷങ്ങൾക്ക് മുൻപ്, എത്ര വർഷമൊന്നും എനിക്കറിയില്ല, നോൽ സാഹിബ് വന്ന് കുറച്ച് സ്ഥലം വാങ്ങിച്ചു അല്ലേ? ഒരു കാര്യം നമ്മൾക്കറിയാം, നമ്മളിത് പറയുന്നതാണ്, പ്രസംഗിക്കുന്നതാണ്, വിശ്വസിക്കുന്നതാണ്. എന്താണത്? ഒരു തുള്ളി മണ്ണ് പോലും നമ്മൾക്ക് ഇവിടെ നിന്ന് കൊണ്ടുപോകുവാൻ കഴിയുകയില്ല എന്ന് നാം അറിഞ്ഞിരിക്കെ അതിർത്തി തർക്കങ്ങൾക്ക് മുതിരുന്നത് ബാലിശമാണ്. ഇറ്റ് ഈസ് വർസ് ദാൻ ചൈൽഡിഷ്. വി ഡോണ്ട് ടേക്ക് എനിത്തിങ് ഫ്രം ഹിയർ. വി കനോട്ട്. ലോക സാമ്രാജ്യം വെട്ടിപ്പിടിച്ച മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, അലക്സാണ്ടർ മരിക്കുമ്പോൾ എന്നെ ശവപ്പെട്ടിയിൽ കിടത്തുമ്പോൾ എന്റെ 2 കൈയും ശവപ്പെട്ടിക്ക് പുറമേ ആയിരിക്കട്ടെ. കാരണം മഹാനായ അലക്സാണ്ടർ ഒന്നും കൊണ്ടുവന്നില്ല, ഇവിടുന്ന് പോകുമ്പോൾ ഒന്നും കൊണ്ടുപോയതുമില്ല എന്നുള്ളത്. നമ്മൾ ബാലിശമായി ഒന്നും ചെയ്യരുത്. കൊരിന്ത്യർ ലേഖനത്തിൽ പൗലോസ് പറഞ്ഞിരിക്കുകയാണ്. ഞാൻ കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ പ്രിയ സ്നേഹിതൻ OMS വിളിച്ചു പറഞ്ഞു. അദ്ദേഹം ഓർക്കുന്നുണ്ടായിരിക്കും, ഞങ്ങൾ ഇന്ന് രാവിലെ സംസാരിച്ചത് കാരണം പറയാൻ കാരണം ഇന്ന് രാവിലെ അധ്യക്ഷൻ നമ്മെ ഓർപ്പിച്ചു, സുവിശേഷന്മാർ ഇത് ഓർക്കണം പ്രതിവിധിക്കായിട്ടെന്നുള്ളത്. ഞാൻ പറഞ്ഞു, 1 കൊരിന്ത്യർ 6-ാം അധ്യായത്തിന്റെ 5 മുതൽ 8 വരെയുള്ളതായിട്ടുള്ള വാക്യങ്ങളിൽ, നിങ്ങളെ ലജ്ജയ്ക്കായി ഞാൻ ചോദിക്കുന്നു, ഇങ്ങനെ സഹോദരന്മാർക്ക് മധ്യേ കാര്യം തീർപ്പാൻ പ്രാപ്തിയുള്ള ഒരു ജ്ഞാനിയും നിങ്ങളുടെ ഇടയിലില്ലയോ? എന്റെ വാക്കല്ല, വേദപുസ്തകത്തിൽ അതുപ്രകാരം എഴുതിയതാ ഞാൻ. ഇല്ലാതെ ജാതികളായവരുടെ അടുത്ത് ചെന്നിട്ട് നമ്മൾ മറ്റുള്ള സ്ഥലങ്ങളിലാണോ പോകുന്നത്? നമ്മൾ തമ്മിൽ നിരക്കാതെ നിങ്ങൾ ദൈവത്തോട് നിരന്നുകൊള്ളുവിനെന്ന് ലോകത്തോട് പറവാൻ നമ്മൾക്ക് എന്ത് അവകാശം, എന്ത് അധികാരം? ഇല്ല. അത് നമ്മൾ പണ്ടേ നഷ്ടപ്പെടുത്തിയെന്നാണ് എനിക്ക് തോന്നുന്നത്. വർഷങ്ങൾക്ക് മുൻപ് മിഷണറി നോയൽ കുമ്പനാട് കുറച്ച് സ്ഥലം വാങ്ങിച്ചു. നമ്മളാരും ഇതിനു വേണ്ടി ഒന്നും ചെലവഴിച്ചിട്ടില്ല. ഇതാദ്യം ശ്രദ്ധിക്കണമേ, ഇതാദ്യം കുമ്പനാട് സ്ഥലം സഭയുടെ ആവശ്യത്തിനും പിന്നീട് ഇതേ വിശ്വാസം സ്വീകരിച്ചിരിക്കുന്ന വിശ്വാസികളുടെ ആവശ്യത്തിനും പൊതുവെ സുവിശേഷവത്കരണത്തിന്റെ പുരോഗതിക്കുമാണ് എന്നാണ് എന്റെ അറിവ്. രേഖ പരിശോധിക്കാം. അത് നാം ഓർക്കണം. വീണ്ടും പറയട്ടെ, ഞാൻ ഇങ്ങനെ ഇതോർത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്റെ മനസ്സിൽ വന്ന ഒരു പദമാണിത്. കോടുകുളഞ്ഞ് സഭയുടെ ആവശ്യത്തിന് കുമ്പനാട് സ്ഥലം വാങ്ങിക്കണോ? കോടുകുളഞ്ഞ് സഭയുണ്ടെന്ന് പോലും എനിക്കറിയില്ല കേട്ടോ. ഇത് വായിച്ച് ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്റെ മനസ്സിൽ വന്നതായിട്ടുള്ള 2 സഭകളാണ്. കോടുകുളഞ്ഞ് സഭയുടെ ആവശ്യത്തിന് ഒരു ഉദാഹരണം മാത്രമാണ്. കുമ്പനാട് സ്ഥലം വാങ്ങിക്കേണ്ട ആവശ്യമുണ്ടോ? ഇവിടെ ആദ്യത്തെ ആവശ്യം ദൈവജനങ്ങൾ കൂടി വരുന്നു. അതറിഞ്ഞുകൊണ്ട് വർഷങ്ങൾക്ക് മുൻപ് ആ കർത്താവിന്റെ ദാസൻ ചെയ്തതായിട്ടുള്ള പ്രവൃത്തിയെ അദ്ദേഹത്തെ അപമാനിക്കലായിരിക്കും നമുക്ക് വേണ്ട സഹോദരന്മാരെ. അത് അങ്ങനെ വേണ്ട. നാം സഹോദരങ്ങളാണ്. സ്വർഗീയ പിതാവിന്റെ ഒരപ്പന്റെ മക്കളാണ് നാം. സഭ ദൈവത്തിന്റെ കൃഷിയാണ്. 1 കൊരിന്ത്യർ 3-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നു. ഒരു സഹോദരൻ ഒരിക്കൽ ഇങ്ങനെ ഓർപ്പിച്ചു, എന്റെ വാഴ കുലയ്ക്കുവാൻ നിന്റെ വാഴ വീഴണമെന്നില്ല. പറഞ്ഞത് വേറെ ആരും അല്ല, കർത്താവിന്റെ സന്നിധാനത്തിൽ ഇന്ന് വിശ്രമിക്കുന്ന EP വർഗീസ് ദാസൻ, കർത്താവിന്റെ ദാസൻ. എന്റെ വാഴ കുലയ്ക്കുവാൻ നിന്റെ വാഴ വീഴണമെന്നില്ല എന്ന് പറഞ്ഞു. ശരിയല്ലയോ? എന്തൊരു വലിയ ഉദാഹരണം. കാരണം എനിക്ക് കൃഷി ചെയ്ത് എന്റെ വാഴ കൊലപ്പിക്കാം, നിനക്കും അതുപോലെ ചെയ്യാം. ഒന്ന് വീഴണമെന്നില്ല വേറൊന്ന് നന്നാവാൻ.
ഇത് നാം ഓർക്കണം. കർത്താവിന്റെ നാമത്തിൽ നാം ചെയ്യുന്ന ശുശ്രൂഷകളെല്ലാം ആദരിക്കപ്പെടുന്നവയാണ്. കർത്താവിന്റെ ഹിതമനുസരിച്ച് മാത്രം ആ ശുശ്രൂഷ ചെയ്താൽ മതി. അല്ലാതെ മറ്റുള്ളവരുടെ ശുശ്രൂഷകൾ നാം കൈകടത്തുന്നത് എന്താണത്? മരത്തിന്റെ കൊമ്പിലിരുന്ന് കടവെട്ടാൻ ശ്രമിച്ചാൽ എന്തായിരിക്കും ഫലം? അങ്ങനെയാത്രേ കാളിദാസനെ കുറിച്ചുള്ള ജീവചരിത്രം അതാണത്രേ. അങ്ങനെയാണോ ഇവിടെ പണ്ഡിതന്മാർ അറിയിപ്പുണ്ട്? മരത്തിന്റെ കൊമ്പിലിരുന്ന് അതിൻ്റെ കട മുറിക്കുവാൻ ശ്രമിക്കരുത്. ഇതേക്കുറിച്ച് ഒരു അതിർത്തി തർക്കമോ മറ്റുള്ളവരുടെ മുൻപിൽ നാം ഒരു അപഹാസ്യ വിഷയമായി തീരരുത്. നോ, ഇറ്റ്സ് പെയിൻഫുൾ ബ്രദറൻ, ഇറ്റ്സ് പെയിൻഫുൾ. കർത്താവ് നാം സഹോദരന്മാരെന്ന് പറയുകയും, ഞാൻ വായിച്ച ആ വാക്കിൽ നിന്ന് ഞാൻ മാറുന്നില്ല. തെസ്സലോനിക്ക സഭ, നിങ്ങളിത് ദൈവത്താൽ ഉപദേശം പ്രാപിച്ചവരാണ്. സഹോദരന്മാരെ, സഹോദര പ്രീതിയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ ആവശ്യമില്ല. അന്യോന്യം സ്നേഹിപ്പാൻ നിങ്ങൾ ദൈവത്താൽ ഉപദേശം പ്രാപിച്ചതല്ലാതെ മക്കദോനിയയിൽ എങ്ങുമുള്ള സഹോദര